മതസ്വാതന്ത്ര്യം അത് ഇതുവരെ പറഞ്ഞ വിഷയങ്ങളിൽ നിന്നൊക്കെ കണക്റ്റഡ് തന്നെയാണ്, മറ്റു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. പക്ഷെ ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ 3 മിനിറ്റിനപ്പുറത്തേക്ക് ഇനി അങ്ങോട്ട് ഒരു വിഷയവും ഞാൻ സംസാരിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡ് ഒന്ന് ഞാൻ പറയുന്നത് വേണമെങ്കിൽ അത് കേൾക്കുന്ന ഒരാൾക്ക് ഒരു 3-4 തവണ വേണമെങ്കിൽ കണ്ടു നോക്കാം. അതല്ലേ ഒറ്റ തവണ കണ്ടുകൊണ്ട് വിടാം. ഈ മതസ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, മതം എന്ന് പറഞ്ഞാൽ വെറും അഭിപ്രായം. പക്ഷെ ഈ അഭിപ്രായത്തിൽ രസം എന്താന്ന് വെച്ചാല്, മതങ്ങൾ ഇന്ന് ഇവിടെ ഇല്ലെങ്കിൽ, ഈ അഭിപ്രായങ്ങളൊന്നും ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പോ നിലവിൽ മതങ്ങൾ കാരണം, അതിന്റെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അനവധി പ്രശ്നങ്ങളുണ്ട്. ഇത് ഓരോരോ മതങ്ങളിലെ വിശ്വാസങ്ങളിൽ ഉള്ളവര് ഏത് രീതിയിലാണോ അവർ തന്നെ പരിഹരിക്കണം. അതിപ്പോ ഹിന്ദു മതത്തിലുള്ളവരായാലും ക്രിസ്ത്യൻ മതത്തിലുള്ളവരായാലും ഇസ്ലാം മതത്തിലുള്ളവരായാലും എന്താണോ നമ്മുടെ രാഷ്ട്രത്തില് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണോ നമുക്ക് ഇനി നടക്കേണ്ടത്, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഓരോ മതങ്ങളിലും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അതാത് സ്വാതന്ത്ര്യങ്ങൾ തന്നെ ഉയർന്ന നിലയിലുള്ളവര്, താഴ്ന്ന നിലയിലുള്ളവര്, വളരെ താഴ്ന്ന ലെവലിലുള്ളവര്, ഇവരൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള ചിന്താഗതികളാണ്. ഇപ്പൊ ഒരു ഇസ്ലാം മതത്തിലെടുത്ത് നോക്കിയാൽ ഉസ്താദിനേക്കാൾ നല്ല ഇതായിട്ട് മാറിയിട്ടുണ്ടാവും നമ്മുടെ നബിമാര്. അതേപോലെ പിന്നീട് അവരുടെ കീഴിൽ ഉള്ള ആളുകൾ, അതിന്റെ കീഴിൽ അങ്ങനെ ഒരു ഇസ്ലാം മതത്തിന്റെ. ക്രിസ്ത്യൻ മതത്തിലാണെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരുടെ ബിഷപ്പുമാര്, അതിന്റെ കീഴിൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് അവരവരുടെ മതങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി ഹിന്ദു മതത്തിൽ എടുത്ത് വെക്കണം, ബുദ്ധ മതത്തിൽ എടുത്ത് വെക്കണം, ഇവിടെയൊക്കെ ഗ്രന്ഥങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ ഗ്രന്ഥങ്ങളെ ശരിയായ രീതിയിൽ ഗ്രാസ്പ് ചെയ്യാനുള്ള പവർ എല്ലാവർക്കും ഇല്ല, വ്യത്യസ്തമായ രീതിയിൽ. അതുകൊണ്ടല്ല ബുദ്ധമതത്തിൽ ഒരു ബുദ്ധൻ, ക്രിസ്തു മതത്തിൽ ഒരു ക്രിസ്തു, ഇസ്ലാം മതത്തിൽ ഒരു ഇബ്രാഹിം നബി, അതേപോലെ ഒരു മുഹമ്മദ് നബി. ഇതേപോലെ തന്നെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ, വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹിന്ദു മതത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കൃഷ്ണൻ, ഒരു രാധ, അതേപോലെ ഒരു ത്രിമൂർത്തി ശങ്കരൻ, പിന്നെ അങ്ങനെ ഓരോരോ ഇതിലും ഓരോരുത്തരേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ, അതിനനുസരിച്ച് ജീവിതത്തിൽ പ്രാക്ടിക്കലൈസ് ചെയ്ത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ മതത്തിന്റെ സ്വാതന്ത്ര്യം അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അതാത് മതങ്ങളിലുള്ളവർ അതാത് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക. അത് പഴയൊരു ചൊല്ലുണ്ട്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന് ദോഷമായി വരരുത്. അതൊന്ന് ശ്രദ്ധിക്കുക. അത് ഏത് മതത്തിലുള്ളവരായാലും ഏത് ജാതിയിലുള്ളവരായാലും.